നമുക്ക് നെക്സ്റ്റ് അല്ല, നമുക്ക് സെക്കൻഡ് റൂം കാണാം. സ്കൂളൊക്കെ അടച്ച് വെക്കേഷൻ ടൈമൊക്കെ ആയെങ്കിലും ഒരു 10-40 ദിവസവും എങ്ങും പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ കുറേ ഹോസ്പിറ്റലുകൾ മറ്റത്യാവശ്യങ്ങളൊക്കെ ആയിട്ട് എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യും, ഫ്ലോപ്പാകും. പിന്നെ അധിക ദൂരത്തേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ഉള്ളപ്പോഴാണ് കൊല്ലം ജില്ലയ്ക്ക് അടുത്തുള്ള വർക്കല എന്ന ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ വൺ ഡേ സ്റ്റേ ചെയ്യണമെന്നും കൂടി വിചാരിച്ചപ്പോൾ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഡോക്ടർ സൗമ്യ സരിൻ്റെ ഒരു വീഡിയോയിൽ കണ്ട റെഫറൻസ് വെച്ചാണ് ഓഷ്യാന വർക്കല തിരഞ്ഞെടുത്തത്. അവർ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ എല്ലാ സൗകര്യങ്ങളും റൂമിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ചുകൂടി കൂടിയതായതുകൊണ്ട് തന്നെ ആദ്യം അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. പിന്നീട് ഇച്ചുക്കുട്ടൻ്റെ സന്തോഷവും ചിരിയും കളിയുമൊക്കെ കണ്ടപ്പോൾ ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത് എന്ന് തോന്നി. ചെന്നൈ ഉടനെ തന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഈ ഊഞ്ഞാലിലേക്ക് അങ്ങ് കയറിയായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നേരെ ഇങ്ങനെ ആടി കടലിലേക്ക് പോകുന്ന പോലെ, അതുപോലെ കടലും മേഘവും ഒന്നു ചേരുന്ന ആ സ്ഥലത്തേക്ക് വല്ലാത്തൊരു ഫീലുള്ള ഒരു ഊഞ്ഞാലാട്ടം തന്നെയായിരുന്നു. ഈ ചിരി കണ്ടാൽ മനസ്സിലാവുമല്ലോ അവൾ എത്രമാത്രം എൻജോയ് ചെയ്തു എന്ന്. ഇതുകൂടാതെ നെറ്റിൻ്റെ ഒരു ഊഞ്ഞാൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ മഴ നനഞ്ഞു കിടക്കുന്നതിനാൽ അതേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ആകാശത്തേക്കൊന്ന് നോക്കിക്കേ. പ്രൈവറ്റ് ബീച്ചിലേക്കുള്ള എൻട്രി നല്ല ഭംഗിയാണ് കാണാൻ. കുറേ പടവുകൾ ഇറങ്ങി താഴേക്ക് പോകണം. പോകുന്ന വഴികളിൽ വഴിവിളക്കുകളുണ്ട്. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ അതിങ്ങനെ കത്തി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വഴിയിലൊക്കെ പേരറിയാത്ത കുറേയധികം മരങ്ങളും ചെടികളുമുണ്ട്. നോനിപ്പഴങ്ങളും കണ്ടിരുന്നു. താഴേക്ക് ചെന്നപ്പോഴാണ് ഇതെത്ര മുകളിലാണ് ഈ റിസോർട്ടെന്ന് മനസ്സിലായത്. പെട്ടെന്ന് വഴിയിൽ പട്ടിസാറിനെ കണ്ട് ഇച്ചു വാപ്പിയുടെ തോളിൽ ചാടി കയറിയിരിക്കുകയാണ്. ഇത് വളരെ പരിചിതമായ സ്ഥലമായതുകൊണ്ട് തന്നെ ഉപദ്രവിക്കാനൊന്നും നിന്നില്ല. തിരികെ അത് പോവുകയാണ് ചെയ്തത്. ശരിക്കും ഞാനും നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രൈവറ്റ് ബീച്ചിലെത്തിയപ്പോൾ ഇച്ചുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ഇത്ര മനോഹരമാണത്. കുറേ നേരം ഞങ്ങൾ കടലിൻ്റെ തീരത്തും തിരമാലകളിലും ഒക്കെ ആയിട്ട് സമയം ചിലവഴിച്ചു. വളരെ മനോഹരമായ ഈ സ്ഥലത്ത് പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഓരോ റിസോർട്ടിൻ്റെയും പടവുകൾക്ക് താഴെ അവിടുത്തെ ഗസ്റ്റുകൾ മാത്രമാണ് ഉണ്ടാവുക. പല വിദേശികളെയും കണ്ടു, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനക്കാരെ കണ്ടിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഊഞ്ഞാലാണെന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഫോട്ടോ സ്പോട്ടുകളും ഒക്കെയുള്ള മനോഹരമായ ഒരു പഴയകാല റിസോർട്ടാണിതെന്ന് പറയാം. ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ ഇച്ചുവായിരുന്നു. അതുപോലെ അവൾ പറയുന്ന പോസുകളൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വവും. ആൾ വന്ന് ഓരോ തവണയും നോക്കും, ഇത് യൂട്യൂബിലിടാൻ പറ്റിയതാണോ, ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ടോ, ഇവിടെ എന്ത് വീഡിയോയിൽ എന്ത് ഓഡിയോ ആണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ തന്നെയാണ് ട്രിപ്പിന് വേണ്ടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചത്. ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. ആദ്യത്തെ ദിവസം ബ്ലൂവും വൈറ്റും, രണ്ടാമത്തെ ദിവസം ബ്ലാക്ക്. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോരോ ഫാഷൻസ് അല്ലേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര ദൂരേക്ക് പോകുന്നു എന്നതല്ല, നമ്മൾ എങ്ങനെ പോകുന്നു, ആരോടൊപ്പം പോകുന്നു, എങ്ങനെ സമയം ചിലവഴിക്കുന്നു, അതായിരിക്കും പിന്നെ ഓർമ്മകൾക്ക് സുഗന്ധം നൽകുന്നത്. ഇച്ചുക്കുട്ടൻ ഒരുപാട് പോസുകളൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ
വല്ലാത്ത സന്തോഷം. യാത്ര പോയിട്ട് കുറേ ദിവസങ്ങളായെങ്കിലും അവളുടെ ആഗ്രഹം പോലെ വീഡിയോ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അന്നത്തെ യാത്ര വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു. ആ ഓർമ്മകളും ഇപ്പോൾ അസുഖത്തിൻ്റെ മൂഡ് ഓഫും ഡിപ്രഷനും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ തന്നെ സന്തോഷം കണ്ടെത്താൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. വളരെ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ സാധാരണക്കാർക്ക് അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. പിന്നെ GCCയിലൊക്കെ ഉള്ളവർക്ക് ഒന്ന് പോയി വന്ന് സന്തോഷിക്കാൻ പറ്റിയ ഒരിടമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ.